അടുത്തതായി 50 വർഷക്കാലം വിശ്വാസ പരിശീലകനും തിരുമുടിക്കുന്നിന്റെ പ്രിയങ്കരനുമായ ശ്രീ ദേവസി മാസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഈ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത റവറൻഡ് ഫാദർ ടോണി ചക്കുങ്കൽ അച്ഛ, യോഗാധ്യക്ഷൻ വികാരി പ്രിയങ്കരനായ സെബാസ്റ്റ്യൻ മാടശ്ശേരി അച്ഛ, വേദിയിലെ മറ്റ് ശ്രേഷ്ഠ വൈദികരെ, വിശിഷ്ട വ്യക്തികളെ, അതിലുപരി സദസ്സിലിരിക്കുന്ന സീനിയർ വല്ലൂരാജൻസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നുകയാണ്. കാരണം സീനിയർ വല്ലൂരാജനാണ് ഈ ഇടവകയിൽ നിന്ന് ആദ്യമുണ്ടായ ദൈവവിളി. അച്ഛനാണ് ആദ്യമായി വർഷങ്ങൾക്ക് ഒരു 70 വർഷം തോന്നണം വർഷങ്ങൾക്ക് മുമ്പ് തിരുമണിക്കിൽ നിന്ന് ഒരു മിഷണറി വൈദികനാകാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട ആ സീനിയർ വല്ലൂരാൻ അച്ഛനെ മുമ്പിലിരുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് സത്യത്തിലൊരു വിറ തോന്നുകയാണ്. അപ്പോൾ വേദിയിലിരിക്കുന്ന മറ്റച്ഛന്മാരെ, സദസ്സിലുള്ള ആദരണീയരായ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ, തിരുമുടിക്കുന്ന ഇടവകയിലെ ഇടവക ജനങ്ങളെ, ആദ്യമായി തിരുമുടിക്കുന്ന ഇടവകയുടെ എല്ലാ ഇടവകാംഗങ്ങളുടെയും പേരിൽ, അതുപോലെ ഈ ഇടവകയിലെ എല്ലാ സംഘടനകളുടെയും പേരിൽ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സഹപാഠികളുടെ പേരിലും, ബഹുമാനപ്പെട്ട ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാൻ അച്ഛന് സുവർണ ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും വിനയത്തോടെ നേരുന്നു. അച്ഛനെക്കുറിച്ച് സഹപാഠികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഈ സമയം അതിന് അനുവദിക്കുന്നില്ല. തീർച്ചയായിട്ടും ലിമിറ്റഡായുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തിക്കൊള്ളാം. അച്ഛന് പഠിക്കുന്ന കാലത്ത് ഉള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞില്ലെങ്കിലും 10ാം ക്ലാസ്സിൽ മെട്രിക്കുലേഷന് പഠിക്കുമ്പോൾ ഇവർ 4 ബുദ്ധിജീവികളായിരുന്നു തിരുമുടിക്കുന്നിൽ നിന്ന് MAM ഹൈസ്കൂൾ കൊരട്ടിയിലെത്തി പഠിച്ചിരുന്നത്. മൺവഴി 5 കിലോമീറ്റർ നടന്നു വേണം അവിടെ എത്താൻ. അത് തന്നെ തിരിച്ചിങ്ങോട്ടും പോരണം. ഇവിടെ ഒന്നും ഒരു ഹൈസ്കൂളില്ല. അപ്പോൾ അന്ന് ഒരു കാക്കി സഞ്ചിയിൽ പുസ്തകങ്ങളൊക്കെ അടക്കി തോളത്ത് ഏറ്റി പോകുന്ന അച്ഛൻ്റെ ചിത്രം ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അന്നും ഒരു അച്ഛനാവാനുള്ള ആ എളിമയും വലിമയും എല്ലാം അച്ഛൻ കാണിച്ചിരുന്നു. മെട്രിക്കുലേഷൻ പരീക്ഷയ്ക്ക് 4 പേരാണ് ഫസ്റ്റ് ക്ലാസ്. അന്ന് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 360 മാർക്ക് മതി. ആ 360 മാർക്കിന് പേപ്പർ കിട്ടുന്ന കുട്ടികൾ വളരെ വിരളമായിരുന്നു. അച്ഛൻ്റെ ഈ ആ ബാച്ചിലുണ്ടായിരുന്ന 4 ആള് ആ തിരുമുടിക്കുന്നിൽ പോയിരുന്നവരിൽ 4 പേര് പ്രശസ്ത വിജയം നേടി. ആ 4 ആള്, ഒരാളിവിടെ ഇരിപ്പുണ്ട്. മറ്റൊന്ന് അച്ഛൻ്റെ മൂത്ത സഹോദരൻ, തൊട്ടടുത്ത സഹോദരൻ വറീദ് സാറായിരുന്നു. അതുപോലെ അച്ഛൻ അന്ന് ക്ലാസ് പാസ്സായി. എല്ലാവരും മറ്റുള്ള 4 പേരിൽ 3 ആളും അവരുടെ കരിയറുകളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചു. പക്ഷെ അച്ഛൻ ഒന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. രണ്ടാമതൊരു ചിന്തയില്ല. അച്ഛൻ നേരെ അന്നത്തെ വികാരിയായിരുന്ന പരേതനായ റവറൻഡ് ഫാദർ ജോസഫ് തെക്കിനിലച്ഛൻ്റെ കയ്യിൽ നിന്ന് കത്തും വാങ്ങി നേരെ വിൻസെൻഷൻ സഭയിൽ ചേരുകയായിരുന്നു. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ വളരെ സവിധമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അച്ഛൻ വിൻസെൻഷൻ സഭയിലെ ഒരു തിളങ്ങുന്ന മുത്തായി ശോഭിക്കുന്നു എന്നുള്ളതിൽ തിരുമുടിക്കുന്ന ഇടവകക്കാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട്. ഈ ഇടവകയിൽ നിന്നും ഏകദേശം 24 വൈദികരുണ്ട്. ഈ സീനിയർ വല്ലൂരാനച്ഛൻ പോയതിന് ശേഷം വൈദികരായിട്ടുള്ള 23 വൈദികരുണ്ട്. 24 വൈദികരായ അച്ഛനടക്കം. അതിൽ 4 പേര് നിത്യസമ്മാനത്തിനായിട്ട് ഈശ്വര സന്നിധിയിലേക്ക് പോയി. അതിൽ ഒരു ഈശ്വരസഭാ വൈദികനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹം ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഫാദർ അഗസ്റ്റിൻ വല്ലൂരാൻ എന്നാൽ പറഞ്ഞാൽ പോരാ. അദ്ദേഹം ദൈവശാസ്ത്ര പണ്ഡിതനും ഒരു പ്രസിദ്ധ സുവിശേഷ പ്രഘോഷകനുമാണെന്ന് പറഞ്ഞാലും ആവില്ല. അദ്ദേഹം വല്ലൂരാൻ ദേവസി റോസ ദമ്പതികളുടെ കൊച്ചുമകനാണെന്ന് പറഞ്ഞാലും ആവില്ല. അദ്ദേഹം
സ്വത്വം തിരിച്ചറിഞ്ഞ ഒരു സന്യാസ വൈദികനാണെന്ന് പറഞ്ഞാൽ ഏകദേശം ശരിയാവും. നീണ്ട തപസ്യയിലൂടെയാണ് ആ തിരിച്ചറിവ് ഉണ്ടാവുക. അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. 1 കൊറിന്ത്യസ് 15:10 ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, ഞാനല്ല എന്നിലെ ദൈവകൃപയാണ് അധ്വാനിച്ചത് എന്ന് പൗലോസ്ലീഹായെ പോലെ പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ ഈ വേദിയിലിരിക്കുന്നത്. സന്യാസത്തിന് പോകുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന ഞാൻ നിർമ്മിക്കുന്നില്ല കേട്ടോ. സന്യാസത്തിന് വേണ്ടി പുറപ്പെടുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന നമ്മൾ ദേശാടനം എന്ന സിനിമയിൽ പലവരും കേട്ടിട്ടുണ്ട്, സുപരിചിതമാണ്. അതിലെ അച്ഛനെ ബാധിക്കുന്ന ഏതാനും വരികൾ ഞാനൊന്ന് പറഞ്ഞേക്കാം. പദചലനങ്ങൾ പ്രദക്ഷിണമാകണേ, ദേഹം ശ്രീകോവിലാകണേ, ദുഃഖങ്ങൾ പൂജാപുഷ്പങ്ങളാകണേ, വചനം മന്ത്രങ്ങളാകണേ, നിത്യകർമ്മങ്ങൾ സാധകമാകണേ, ജന്മം സമ്പൂർണമാകണേ. സത്യത്തിൽ ഈ വരികളെല്ലാം അഗസ്തീനത്തെ സംബന്ധിച്ചിടത്തോളം സ്വാർത്ഥകമായതും സ്വാർത്ഥകമായിക്കൊണ്ടിരിക്കുന്നതുമാണ്. അത് വിവരിച്ചു പറയാൻ സമയം അനുവദിക്കുന്നില്ല, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ 2 വാക്ക് അച്ഛൻ്റെ മാതാപിതാക്കളെ പറ്റി പറയാതെ നിർവാഹമില്ല. കാരണം അവരെ കണ്ട് അനുഭവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്. അച്ഛൻ്റെ അപ്പൻ വല്ലൂരാൻ ദേവസിച്ചേട്ടൻ 1960കളിൽ തിരുമുടിക്കുന്നിലെ ഒരധികാരിയായിരുന്നു. കാരണം അന്ന് കറണ്ട് പോലും വൈദ്യുതി പോലും തിരുമുടിക്കുന്നിൽ എത്തിയിട്ടില്ല. ഏതൊരു വീട്ടിൽ ഒരു മരണാവശ്യമോ ഒരു വിവാഹാവശ്യമോ വന്നാൽ ആവശ്യപ്പെട്ടാൽ ദേവസിച്ചേട്ടൻ അവിടെ വരും, എല്ലാം മാനേജ് ചെയ്യും, അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കും നിസ്വാർത്ഥമായി, ഒരു പ്രതിഫലേച്ഛയും കൂടാതെ. അതുപോലെ തർക്കങ്ങൾ തീർക്കാനും ഭൂമി പങ്കുവയ്ക്കാനും ഒക്കെ ദേവസിച്ചേട്ടൻ്റെ സാന്നിധ്യം മതിയായിരുന്നു. അതോടൊപ്പം തന്നെ പള്ളിയിലെ കൈക്കാരനായിട്ട് ദീർഘകാലം സേവനം ചെയ്ത, കഠിനമായി കായിക അധ്വാനം പോലും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ദേവസിച്ചേട്ടൻ. ദേവസിച്ചേട്ടൻ്റെ മകൻ ഇത്ര സേവനസന്നദ്ധനായി ഒരു വൈദികനായതിൽ ഒട്ടും അത്ഭുതമില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഇന്ന് ഒരു മിത്തായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ അത് ആ മാതാപിതാക്കളുടെ ഒരു വലിയ ആത്മീയ ശക്തി അച്ഛനിലുണ്ട്. അമ്മ അത്രയും പ്രാർത്ഥനാ ചൈതന്യമുള്ള അമ്മ. അപ്പോൾ അവരുടെ 2 പേരുടെയും ആ ചെറുപ്പകാലത്തിലുള്ള അച്ഛൻ്റെ വളർച്ചയെ ഒത്തിരി സ്വാധീനിച്ച ആ ഘടകങ്ങൾ അച്ഛനെ ഒരു വൈദികനാക്കി. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി അച്ഛന് എല്ലാ ജൂബിലിയുടെ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി.